ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് ആണ്. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും ഒക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കുക്കീസാണിത്. അപ്പം കുട്ടികൾക്കെല്ലാം കുക്കീസ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതൊരു ഹെൽത്തി വേർഷൻ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് മൈദയല്ല, അതിന് പകരം ഞാൻ എടുത്തേക്കുന്നത് ആട്ടയാണ്. അപ്പം ഈ ആട്ട ഞാൻ നല്ലതുപോലെ അരിച്ച് എടുത്തേക്കുന്ന ആട്ടയാണ്. ഞാനിതിവിടെ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അടുത്തത് ബ്രൗൺ ഷുഗർ ആണ്. ബ്രൗൺ ഷുഗർ ഞാനിവിടെ എടുത്തേക്കുന്നത് 8 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ആണ് എടുത്തേക്കുന്നത്. ഇതൊരു ഹെൽത്തി റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഞാൻ ബ്രൗൺ ഷുഗർ ആണ് യൂസ് ചെയ്തേക്കുന്നത്, വൈറ്റ് ഷുഗർ യൂസ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ബട്ടർ ആണ്. ബട്ടർ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് മെൽറ്റഡ് ബട്ടർ ആണ്. അതായത് ബട്ടർ ഒരു ഓവനിലോ അല്ലെങ്കിൽ ഒരു സോസ് പാനിലോ വെച്ച് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ആ ബട്ടർ ഞാൻ എടുത്തേക്കുന്നത് 1/4 കപ്പാണ്. ഇനി നമുക്ക് വേണ്ടത് വെറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്, 1 മുട്ടയുടെ വെള്ള, പിന്നെ വേണ്ടത് 1.5 ടീസ്പൂൺ പാല്, പിന്നെ 1 നുള്ള് ഉപ്പ്. അതേപോലെ തന്നെ ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് ആയതുകൊണ്ട് ഞാനിവിടെ ചോക്ലേറ്റ് ചിപ്സ് എടുത്തിട്ടുണ്ട്. ഇത് സെമി സ്വീറ്റ് ചോക്ലേറ്റ് ചിപ്സ് ആണ്. അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ഹെൽത്തി ആണ്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മുടെ മെൽറ്റഡ് ബട്ടർ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 കപ്പാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ 8 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പൊ ഞാനിത് 1 മിനിറ്റ് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുട്ടയുടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ പാല്, 1 ടീസ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1 നുള്ള് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിന്റെ സൈഡ്സ് ഒക്കെ നമുക്ക് സ്പാച്ചുല വെച്ചൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഒരു 1.5 മിനിറ്റ് ഞാനിവിടെ ബീറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ആട്ടപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 1/4 കപ്പാണ് എടുത്തിരുന്നത്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് ബാറ്റർ നല്ല തിക്കായിരിക്കും. അങ്ങനെയാണ് നമുക്ക് വേണ്ടത് കുക്കീസിന് വേണ്ടി. ഇപ്പൊ ഇത് കണ്ടോ, ഇങ്ങനെ ക്രംബിൾസ് ആയിട്ട് കിടക്കണം. ഇതാണ് ഇതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് ഉണ്ടാക്കി എടുക്കാനുള്ള കറക്റ്റ് പരുവാണിത്. അതായത് കുറച്ച് തിക്കായിരിക്കണം നമ്മുടെ ബാറ്റർ, അല്ലാതെ നല്ല ലൂസ് ആവാൻ പാടില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലോട്ട് നമ്മുടെ ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് ചിപ്സ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാം. ചിലർക്ക് ഒരുപാട് ചോക്ലേറ്റ് ചിപ്സ് ഇഷ്ടമല്ല, ചിലർക്ക് ചോക്ലേറ്റ് ചിപ്സ് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഞാനിവിടെ എക്സ്ട്രാ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് ആണ് ഞാനിവിടെ ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതിയാവും. ഇതാണ് നമ്മുടെ കുക്കീസിന്റെ ബാറ്ററിന്റെ പരുവം. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി നമ്മുടെ ബേക്കിംഗ് പാനിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ ബേക്കിംഗ് പാനിലോട്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കി അതിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഉരുളകളാക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ചോറൊക്കെ ഉരുട്ടുന്ന പോലെ ഒരുപാട് ടൈറ്റായിട്ട് ഉരുട്ടരുത്. ഭയങ്കര ലൂസായിട്ട് ജസ്റ്റ് ഒരു ഷേപ്പ് ആവാൻ വേണ്ടി മാത്രം ഒന്ന് ലൂസാക്കി ഉരുട്ടി വെക്കുക. അപ്പം ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം.
ഇതെല്ലാം ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതൊരു സ്മോൾ ബാച്ചാണ് ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചേക്കുന്നത്. അപ്പോൾ സ്മോൾ ബാച്ച് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് 13 കുക്കീസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡബിൾ സൈസ് എടുത്ത് അല്ലെങ്കിൽ ഡബിൾ എമൗണ്ട് എടുത്താൽ നിങ്ങൾക്ക് ഒരു വലിയ ബാച്ച് ഉണ്ടാക്കി എടുക്കാം. നമ്മളെപ്പോഴും ആദ്യം ഉണ്ടാക്കുന്ന ഒരു ചെറിയ ബാച്ച് ഉണ്ടാക്കി നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കിത് ഓവനിൽ കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഓവനിൽ കുക്ക് ചെയ്യാൻ വെക്കുമ്പം ശ്രദ്ധിക്കേണ്ടത്, ഓവൻ ഞാൻ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഓവനിൽ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് ആ ഓവനിൽ ഒരു 10 to 13 മിനിറ്റ്സ്, മാക്സിമം 13 മിനിറ്റ്സേ ബേക്ക് ചെയ്യാവുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ കൂളായിട്ടുണ്ട്. നല്ലതുപോലെ തണുത്തതിന് ശേഷം ആണിത് സെർവ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു കുക്കീസ് കാണിച്ചു തരാം നിങ്ങളെ. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള കുക്കീസാണിത്. അപ്പോൾ ഇത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ട് വീട്ടിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. സോ നെക്സ്റ്റ് ഒരു ഹെൽത്തി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ.